യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഗൈസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൈക്ക് ഉണ്ടോ ഗൈസ്? ഈ മൈക്ക് നമ്മുടെ പഴയ മൈക്കാണ്, ചെറുതായി തുരുമ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്യില്ല, ഇടയ്ക്ക് മിക്കവാറും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് സംഭവം. ഇതൊരു സ്പോഞ്ചാണ്, ഇങ്ങനെ വെക്കേണ്ട ഒരു സംഭവമാണ്. അത്യാവശ്യം ലോങ് ഉണ്ട്, ഏകദേശം ഈ ലോങ് വരുന്നുണ്ട് ഈ മൈക്ക്. അപ്പോൾ ഈ മൈക്ക് നമ്മൾ വയറുള്ളതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. പുതിയൊരു മൈക്ക് വാങ്ങിയിരുന്നു, കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ മൈക്ക് ഗൈസ്. പക്ഷേ ഈ മൈക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യണം. നമുക്ക് എന്തായാലും പൊളിച്ചിട്ട് വരണം ഗൈസ്. നമുക്ക് പൊളിക്കാം കേട്ടോ. ഇതൊന്ന് വെക്കട്ടെ. ഗൈസ് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്കിത് പൊളിക്കാം. എല്ലാം നല്ല ഇങ്ങനെ പൊളിയാം. കാരണം ആവശ്യമില്ല, നമ്മുടെ ബോക്സാണിത്. ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുറക്കണ പോലെ നമ്മൾ തുറന്നാണ് ഗൈസ്. വർക്കൗണ്ടോ നോക്കണമല്ലോ ഗൈസ്, വർക്കൗണ്ട് സംഭവം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് K8 നമ്മുടെ മൈക്ക്. നമ്മൾ തുറക്കാം കേട്ടോ ഗൈസ്. ഓ ഗൈസില്ല ഗൈസ്, സെറ്റാണ് ഗൈസ്. ഇങ്ങനെയാണ് മൈക്ക്, കേബിൾ മൈക്ക്. ഇത് ഫോണിൽ കുത്തേണ്ടത്, ഇത് നമ്മുടെ ഫോണിൽ കുത്തേണ്ട സംഭവം. ഇവിടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഗൈസ്, നമ്മൾ പെറുത്തി കളഞ്ഞു ഗൈസ്. പിന്നെ നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഐഫോണിൽ കൊട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കുത്തിയാൽ മതി, ഐഫോണിൽ കുത്തിയത് കണക്ട് ചെയ്തു. പിന്നെ നമ്മുടെ നല്ല സ്മൂത്താണ്. ഇതാണ് നമ്മുടെ മൈക്ക്. ദൂരത്തിനുള്ളിലൊന്നുമില്ല, അതേപോലത്തെ സ്പോഞ്ച് തന്നെയാണ്. ഇതാണ് നമ്മുടെ 3 സപ്പോർട്ട്. 3 നമുക്ക് കിട്ടുന്നത് ഈ സാധനത്തിന്. 3 സോറി 4 മതി. ഇതാണ് നമ്മുടെ ചാർജർ. ചെറിയ ചാർജറാണ് കേട്ടോ, ഒട്ടും ലോങ് ഇല്ലാത്തൊരു ചാർജറാണ്. അതാണ് കേട്ടോ, നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ചാർജ് ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഫോൺ ചാർജ് ചെയ്യണം. അതിൽ കുത്തി കഴിഞ്ഞാൽ ചാർജ് കയറിക്കോളും. പിന്നെ എന്തെങ്കിലും മൈക്ക് ഓൺ ആക്കേണ്ടത് ചോദിച്ചാൽ ഇതുണ്ട്. അതെങ്ങനെ ഓൺ ആക്കേണ്ടത് ചോദിച്ചാൽ, ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം. ഈ പവർ ബട്ടണിൽ നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ് ആയിട്ട് കാണാം. ഇനിയാണ് വേണ്ട, അതാണ് ഓണ്. ഇതിൽ തന്നെ നമുക്ക് പിടിച്ച ഓഫ് പോകുന്നതാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പഴയ മൈക്ക് ഊരണം. പഴയ മൈക്ക് ഊരിയിട്ടുണ്ട്. പഴയ മൈക്ക് ഊരിക്കഴിഞ്ഞാൽ പുതിയ മൈക്ക് കുത്തി ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മൾ ഫസ്റ്റ് മൈക്ക് ഓൺ ആക്കണം. മൈക്ക് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വലിയോട്ട് കുത്താം. കുത്തിക്കഴിഞ്ഞാൽ വീഡിയോ കുത്തിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പച്ച മാത്രമേ കത്തുന്നുള്ളൂ, ചുവപ്പ് കത്തുന്നില്ല. ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. പച്ച മിന്നണത് കണ്ടോ? ഉണ്ടോ? കണ്ടു. ഇതാണ് പച്ചക്കത്തിൻ്റെ കേസ്. ഇനി നമ്മൾ ഐഫോണിൽ കണക്ട് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം.
അപ്പം ഞാൻ ഐഫോൺ എടുത്തിട്ട് വരാം ഗൈസ്. ഒരു മിനിറ്റ്. നമ്മുടെ ഐഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഐഫോണിലേക്ക് ഇത് ഊരിയിട്ട് കുത്താം. ഊരി സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ശേഷം നമ്മൾ ഇതെടുത്തിട്ട് കുത്തിയിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് കുത്തണം. കുത്തിയിട്ട് ഇത് ഓണാക്കി നോക്കിയാൽ ഓണാണല്ലോ. കണക്റ്റ് ആയിട്ടില്ല. നമുക്കൊന്ന് കുത്തി നോക്കാം. കണക്റ്റ് ആയി ഗൈസ്. പച്ചയാണ് കത്തുന്നത്. മനസ്സിലാവുണ്ടോന്നും അറിയില്ല. പച്ചത്തി അപ്പോൾ കണക്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഐഫോണിൽ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ സാധാ ഫോണിൽ കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മൈക്ക്. ഇങ്ങനെ വയ്ക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം ഗൈസ്. പിടിക്കാനാണെങ്കിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മളിതിൽ K8 ആണ് മൈക്ക്. വയർലെസ് മൈക്രോഫോൺ. 4 iPhone 4 Type-C. ചൈനയിൽ എഴുതിയിരിക്കുന്ന ഐസൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കൂടെ യൂസർ മാനുവലുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനുവൽ. നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ കളറുണ്ട് ഗൈസ്. എന്താണെന്ന് മനസ്സിലാക്കില്ല. പിന്നെ ഒരു സൈഡിൽ ഇംഗ്ലീഷ്, ഒരു സൈഡിൽ ചൈനീസ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇതിലെല്ലാം ഉണ്ട് ഗൈസ്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചോട്ടി. ഓക്കെ ബൈ.